ഹലോ, ഇന്നത്തെ പത്രമാറ്റ് പ്രമോ 2/1/25 പ്രമോ കഥയാണ്. അപ്പോൾ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തിരിച്ച് പിന്നെ നയനയുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അവർ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയും ഉമ്മർ തന്നെ ഉണ്ടാവും കേട്ടോ. ഇവർ കാണുമ്പോൾ ഇവർ വന്ന് വണ്ടി ഹോൺ അടിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ പറയും എന്താണാവോ ഇവർ രണ്ടാളും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നത്, എന്ത് പറ്റിയാണാവോ എന്നറിയും. അങ്ങനെ അവർ രണ്ടോട്ടും കയറി ചെന്നിട്ട് ഗോവിന്ദനെയും പിന്നെ കനകേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ട പോലെ നോക്കുകയാണ് കേട്ടോ മൂർത്തി മുത്തശ്ശൻ. അതിൽ പറയും ഞങ്ങൾ ഞങ്ങളുടെ മരുമകളെ കാണാനാണ് വന്നത് എന്ന് പറയും. അപ്പോൾ പറയും മോളിവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ വരട്ടെ, എപ്പോഴാണ് വരെ വെച്ചാൽ അപ്പോഴേ കണ്ടിട്ട് പോവുള്ളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അല്ല പെട്ടെന്ന് എന്താ മടങ്ങി വന്ന് വയ്ക്കുമ്പോൾ പറയും ഞങ്ങൾ പോണ വഴിക്ക് ഇയാൾ പറഞ്ഞു എന്നോട്, ഭാര്യ മുത്തശ്ശി പറഞ്ഞു എന്നോട്, പിന്നെ നമ്മൾ വെള്ളം കൂടെ കുടിക്കാണ്ട് പോകുന്നത് മോശമായി എന്ന്. എന്നാൽ പിന്നെ ശരി തിരിച്ച് പോകാൻ എന്നിട്ട് അങ്ങനെ വന്നത്, എനിക്കും തോന്നിയത് മോശമായി പോയി എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കും കേട്ടോ. ഭക്ഷണം അതെന്താ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ താല്പര്യമില്ലാത്ത പോലെ നിൽക്കണം ചോദിക്കുമ്പോൾ, അതല്ല ഞങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. അത് സാരില്ല, ഇവിടെ എന്താ ഉണ്ടാക്കിയുള്ള വെച്ചാൽ അത് മതി, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളെന്തായാലും നയനയുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമല്ലേ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ നയനേനെയും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നയന എന്തായാലും കല്യാണിയുടെ വീട്ടിൽ പോയിരിക്കല്ലേ, വരട്ടെ. അല്ല ഇനി അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരില്ലേ, ഞങ്ങൾ എന്തായാലും നയനമോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഇതായി പറയും. അതിൽ ഇവർക്ക് മനസ്സിലായി എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാണെന്നുള്ളത് മനസ്സിലാവും. അതിൽ പറയും സാറൊന്നും തോന്നരുത് എന്നൊക്കെ പറയും. അതിൽ പറയും എനിക്കിത് തോന്നാനാ എന്ന് വയ്ക്കും മുത്തശ്ശൻ. എന്നിട്ട് അപ്പോൾ പറയും കനകേ നീ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ, അവർ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് വന്നത് എന്ന് പറയും. അപ്പോൾ മൂർത്തി മുത്തശ്ശി എടുത്ത് ഒഴിക്കറി ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ കാണണം, അത് ഞങ്ങൾ എത്ര രാത്രിയായാലും അവളെ കണ്ടിട്ട് ഇവിടുന്ന് പോകുള്ളൂ പറയും. അങ്ങനെ അവരെ വിളിച്ച് അകത്തേക്ക് കയറുമ്പോൾ കാണാൻ നന്ദു നയനയും കൂടെ ഇങ്ങനെ പതുക്കെ വരും. നയനെ താങ്ങി പിടിച്ച് നന്ദു ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ. അതിലാണ് പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ ഇവളും ആകെ അന്തം വിട്ടുപോകും. അതിൽ ഓടി വരും, മോളെ നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചിട്ട് ഓടി വരികയാണേ. അപ്പോൾ മുത്തശ്ശി നയനെ കണ്ടിട്ട് ആകെ വിഷമിച്ചിരിക്കും. അപ്പോൾ പറയും എന്ത് പറ്റി മോളെ, നിനക്ക് എന്താ പറ്റിയതെന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയൂ, മോൾക്ക് എന്തെങ്കിലും അസുഖമാണോ അതോ വല്ല ആക്സിഡൻറ്റും പറ്റിയോ, എന്താ ഉണ്ടായത്, മോളിവിടെ ഉണ്ടായിട്ടാണോ നിങ്ങളില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ വലിയ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവസാനം പിന്നെ കനക പറയാണ് ദേവയാനി ചേച്ചിക്ക്, അതായത് ആദർശന അമ്മയ്ക്ക് കരൾ കൊടുത്തത് മോളാണ് സാറേ എന്ന് പറയുകയാണ്. അതിൽ ഇവരാകെ സ്റ്റക്കാ പറയും. മുത്തശ്ശനും ഭയങ്കരമായിട്ട് വിഷമിക്കും കേട്ടോ. അതിൽ അവർ പറയും പിന്നെ എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്, ഞങ്ങൾ പറയാതിരുന്നതിന് അതുകൊണ്ടാണ് മോളെ നീ അകത്ത് ഒളിച്ചിരുന്നത് എന്ന് പറയും. എന്നാൽ ആദർശോല് ഞങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും ഞാൻ പറഞ്ഞിട്ടാണ്, പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു മുത്തശ്ശ. ഒന്നാമതേ അവരെല്ലാവരും ഹോസ്പിറ്റലിൽ അതിൻ്റെ ടെൻഷനും അതിൻ്റെ കൂടെ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിക്കും പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് പറയേണ്ടെന്ന് പറഞ്ഞതാണ് പറയും കേട്ടോ. അതിലവർക്ക് ഭയങ്കര വിഷമാവും. അതിൽ പറയും എന്നാലും മോളെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മിണ്ടാതിരിക്കരുത്, പറയണം, ഞങ്ങൾ അറിയണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമാവും കേട്ടോ. അതിലപ്പോഴേക്കും ഗോവിന്ദൻ വരും. ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു കനകയെന്ന് വയ്ക്കുമ്പോൾ ക്ഷമിക്കണം, ഞങ്ങളിങ്ങനെ മറച്ചു വെച്ചതിന് അറിയും, ക്ഷമിക്ക് എന്തിന്, ഞങ്ങളല്ലേ ക്ഷമ ചോദിക്കേണ്ടത്, എന്നിട്ടും ദേവയാനി ഇവളെ മോശമായിട്ടാണല്ലോ മോളെ കാണുന്നത്, അതാണ് സങ്കടം എന്നൊക്കെ പറഞ്ഞ്. എന്നാലും മോളെ വല്ലാത്ത കഷ്ടം, കാരണം അവർക്ക് ഭയങ്കര വിഷമമായി പോകും. അത്രയും കുടുംബത്തിന് വേണ്ടി ആ കുട്ടി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ ഭയങ്കര വിഷമമായി പോകും കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ മുഖത്തൊക്കെ പറയും എന്നാലും എങ്ങനെയുണ്ട് ഇപ്പോൾ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക മോൾക്കിപ്പോൾ എങ്ങനെ വേദന ഉണ്ടോ ചോദിക്കുമ്പോൾ ചെറുതായിട്ട് മുറിവൊക്കെ കരിഞ്ഞു മുത്തശ്ശി, കുഴപ്പമില്ല എന്നാലും. അപ്പോൾ പക്ഷേ എന്നാലും മോൾ അങ്ങോട്ട് വരാത്തെന്ന് പറയുമ്പോൾ സാരല്ല, അത് നീ എന്തായാലും ആദർശേട്ടൻ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ടേ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് മോളെ ദേവാനി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് സംഭാഷണമൊക്കെ കഴിയും. പിന്നെ കാണുന്നത് ആദർശിൻ്റെ അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് ജേട്ട കണ്ടോ ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ ഫോണിൽ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ പറയും ഇല്ല, ഫോട്ടോ ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, എന്തായാലും ഇനി ഇത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കാണാം എന്ന് പറയും. അപ്പോൾ പിന്നെ
മനസ്സിലാക്കട്ടെ, ഇത് പിന്നെ അവൾ ആര് നയന മനസ്സിലാക്കട്ടെ, അങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്ന് മനസ്സിലാക്കട്ടെ. എന്തായാലും ഞാൻ ഓപ്ഷൻ കഴിഞ്ഞ ശേഷം എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നിട്ടൊന്നുമില്ല എന്നൊക്കെ പറയും. ഞാൻ വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവളത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് പറ്റും. ഇനി എന്തായാലും മലയ്ക്കൊക്കെ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ എന്തായാലും മാറട്ടെ, എന്നിട്ടാണ്ട് പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനാമികയുടെ കാര്യം പറയാം. അനാമിക മോളാണ് നല്ലത്. ഇനിയിപ്പോൾ മോൻ അവളെ ഉപേക്ഷിച്ചാലും അനാമികയെ പോലുള്ളൊരു മരുമകളെ കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ ജയൻ ഇങ്ങോട്ട് കയറി വരും ദേഷ്യം. അപ്പോൾ ജയൻ പറയും, ഇനി എന്ത് പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല, നീ എന്ത് പറഞ്ഞാലും ശരി, ഞാനും ആദർശൊന്നും നയനെ എന്തായാലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനൊക്കെ ഇനിയും സമയമുണ്ട്, അതപ്പോഴേ നിനക്ക് മനസ്സിലാവുന്നത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നീ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശ് അവളെ ഉപേക്ഷിക്കില്ല ഞാനും, കാരണം നിനക്ക് അവളുടെ ഇതറിയില്ല എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ പിന്നെ ദേവേനൊന്നും മിണ്ടതില്ല. അപ്പോൾ കാരണം ദേവേനയുടെ മനസ്സിൽ ഇപ്പോഴും അവളുടെ ഒരു നയനെ വീട്ടുകാരും തെറ്റുകാരുമാണ്. അവൾ അർഹതല്ലാതെ കയറി വന്നതും ഒക്കെ തന്നെയാണ് അവരുടെ മനസ്സിലിപ്പോൾ നന്മ നിറഞ്ഞ മരം അനാമികയാണ്. അവളെപ്പോലെ ഒരു ഫ്രോഡിനെ അവർക്കിട്ട് അറിയില്ല. അതാണ് രസം. അങ്ങനെ അതൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞിരുന്നു. വേണ്ട അങ്ങോട്ട് വരണ്ട എന്ന് പറയും. അപ്പോഴേക്കും ആദർശ് വന്നിട്ട് പറയും, അച്ഛാ അമ്മ മുത്തശ്ശൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു, എന്നെ എന്തോ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയും. അപ്പോൾ അറിയാം എന്താ ചോദിക്കും, എന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇനിയിപ്പോൾ അനാമികേൻ്റെ നവ്യ അവളോടായിട്ട് സ്റ്റണ്ട് കൂടി നിൽക്കല്ലേ അപ്പോൾ അനാമികയായിട്ട്. ഇനിയിപ്പോൾ ആ മോളെ പുറത്ത് കടിക്കാൻ വല്ല ഇതും നവ്യ ചെയ്യുന്നുണ്ടോ എന്ന് വയ്ക്കും. അതൊന്നല്ല, വേറെന്തോണ് പ്രശ്നം, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ പിന്നെ മുത്തശ്ശിക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ട് അമ്മയെ കാണാൻ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒന്നാമത് പ്രായമായ ആൾക്കാർ, പിന്നെ അസുഖങ്ങൾ വരുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ കാണാം എന്ന് പറയാൻ കേട്ടോ. അത് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശ് വീട്ടിൽ പോകാൻ കേട്ടോ. ആദർശ് വീട്ടിൽ പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, മോൾക്ക് എന്ത് ചെയ്താലും നമുക്ക് മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആദർശ് കയറി വരുന്നത്. അപ്പോൾ ആദർശ് കയറിയപ്പോൾ എന്താ മുത്തശ്ശ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട് മോനെ, നമ്മളെ ദേവയാനിക്ക് കരൾ കൊടുത്ത ആ പെൺകുട്ടി ഒന്ന് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ കുട്ടിക്ക് വേണ്ടത് എന്തായാലും ചെയ്തു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആദർശ് ഇങ്ങനെ കടന്നു വരുമല്ലോ. അപ്പോൾ പറയും, അത് മുത്തശ്ശ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അവരൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് അവരെ കാണണം, എനിക്ക് എന്ത് വന്നാലും അവരൊന്ന് കാണണം എന്നിങ്ങനെ മുത്തശ്ശൻ തർപ്പിച്ച് പറയുക. അതിൽ പറയാം, ആ മുത്തശ്ശ അതിന് അവരെ വീട് എവിടെയാണ്, അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ ഭർത്താവിന് എന്താ ജോലി, ആ കുട്ടിയുടെ പേരെന്താ? അപ്പോൾ പേര് അതിശയാണ്. അതിശയോ അതെന്താ വയ്ക്കുമ്പോൾ അത് നയന തന്നെയാണ് അത് കുട്ടിയുടെ പേര്. നയന എന്നാണോ? അപ്പോൾ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേരെന്താ വയ്ക്കും? അത് പിന്നെ ആദർശ് എന്നാണോ എന്ന് വയ്ക്കുമ്പോൾ അല്ല, അതുപോലെ എന്തോ ഒരു പേരാണെന്ന് പറയും. എന്തായാലും ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ മുത്തശ്ശ അത് വേണ്ടതൊക്കെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനം പൊളിയും. അത് നയനയാണ് ചെയ്തതെന്നുള്ള അറിയുമ്പോൾ പറയും, ഞങ്ങൾ എന്തായാലും ആ കുട്ടീനെ പോയി കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിങ്ങനെ നോക്കുക. പറയുക, ഞാൻ അറിഞ്ഞ വിവരങ്ങൾക്ക് നീ എന്തുകൊണ്ടാണ് മോനെ പറയാതിരുന്നത് പറയും. അല്ല മുത്തശ്ശ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവർക്കൊക്കെ അത് പ്രശ്നമാകും, അതുകൊണ്ട് പറയാതിരുന്നതാണ്. എന്നാലും പറയേണ്ടതല്ലേ, ആ മോള് ചെയ്തത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമാവും. എന്തായാലും മോനെ മോൾക്ക് വേണ്ടി എല്ലാം ചെയ്യണം, എല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ പറഞ്ഞതാണ് മുത്തശ്ശ, പക്ഷെ അവൾക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അതാണ് നന്മ നിറഞ്ഞ കുട്ടിയാണ് അവൾ, അതുകൊണ്ടാണ് പിന്നെ നിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ദേവിയായിട്ട് തന്നെ നിൻ്റെ കൂടെ അവൾ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നീ അവൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. മുത്തശ്ശൻ ഭയങ്കര സന്തോഷം. എന്തായാലും മോൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. വേണ്ട പറഞ്ഞാലും സഹായങ്ങൾ എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുകയാണേ. അത് ശരി മുത്തശ്ശി പറഞ്ഞിട്ട് അവനങ്ങനെ ആദർശ് പോകും. എന്നിട്ട് ചെന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ ആ നയൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ നയൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നീ നല്ല പണി ചെയ്ത്, നീ എന്താ ഒന്ന് വിളിക്കാഞ്ഞത് മുത്തശ്ശനൊക്കെ വന്നത് എന്നറിയാം. എന്തായാലും മുത്തശ്ശനൊക്കെ അവിടെ വരുമ്പോൾ എന്തായാലും ആദർശേട്ടൻ അറിയില്ല, അതുകൊണ്ടാണ് അറിയും. ഇനി നോക്കിക്കോ, പാരിതോഷങ്ങളുടെ ഘോഷയാത്രയാവും നീ ഇങ്ങോട്ട് നിനക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയും, എനിക്കൊന്നും വേണ്ട ആദർശേട്ടൻ, ഇപ്പം തന്നെ ആദർശേട്ടന് ഈ വീട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച് തന്നില്ലേ, ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഇതൊന്നും അല്ല ഇനിയിപ്പോൾ ആരും ഇനി മുത്തശ്ശൻ വക വയ്ക്കില്ല, നിനക്കാണ് അവിടെ ഒന്നാം സ്ഥാനം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ആദർശും
പിന്നെ ആദർശ് നയനയും കൂടിയുള്ള സംഭാഷണമാണ്. അപ്പോൾ ഏതാണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വിവരങ്ങളൊക്കെ എല്ലാം അറിഞ്ഞ് അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് കഥകളൊക്കെ പോയി കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും ആരൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുണ്ട്. അപ്പോൾ അന്നത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡാണ്, ഞങ്ങളെല്ലാവരും കാണണം. നമ്മളെ പത്രമായിട്ട് നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറേ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും പറയണേ കേട്ടോ. പിന്നെന്താ വേറെ, എന്തായാലും ഈ 2025 എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു വർഷമാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.